ഹായ്, സംതൃപ്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പഞ്ചാബി സമോസയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഇവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പാകത്തിന് വെള്ളം കൂടി ചേർത്ത് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിൻ്റെ മേലെ ഒരു നനഞ്ഞ തുണി ഇട്ട് കൊടുത്ത് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിനകം നമുക്കൊരു ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും പട്ടാണിയും വേവിച്ചെടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചാറ്റ് മസാല, 1 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് ചെറിയ ജീരകം, സവാള ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഇത്രയും സാധനങ്ങൾ എടുക്കാം. നമുക്ക് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആദ്യം നമുക്ക് സാദാ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടാൽ മതിയാവും. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും പട്ടാണിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമോസ ഷീറ്റ് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ഓരോ ബൗളായിട്ട് എടുക്കാം. ഇത് നമുക്ക് ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് 2 സമോസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് സെൻറ്ററിൽ കീറിയിട്ട് 2 സൈഡും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു കോൺ ഷേപ്പിൽ വരും. ഇപ്പോൾ ഇതിലേക്ക് ഫില്ലിംഗ് നിറച്ച് കൊടുക്കാം. മിക്സ് ചേർത്തതിന് ശേഷം 2 സൈഡ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോ സമോസയും ഇതുപോലെ റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ എല്ലാ സമോസകളും പരത്തി കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ സമോസ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സമോസയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. നല്ല കമൻസൊക്കെ അറിയിക്കണം. താങ്ക്